ഒരു നടനെന്ന നിലയിൽ ഒരുപാട് വേദികളിൽ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഇൻ്റർനാഷണൽ വിമൻസ് ഡേക്ക് UA എക്സ്ചേഞ്ച് സംഘടിപ്പിച്ച അൽക്കൂസ് ഷിക്കാഗോ ലേബർ ക്യാമ്പിൽ നടത്തിയ വിമൻസ് ഡേ സെലിബ്രേഷനാണ് എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇവൻറ്റ്സ് ആയിട്ട് ഞാൻ കരുതുന്നു. അവിടെ ഞാൻ കണ്ട സ്ത്രീയുടെ ത്യാഗത്തിൻ്റെ ശക്തിയുടെ വേറൊരു രൂപം അല്ലെങ്കിൽ വേറൊരു മുഖം that touched me very deeply. ഓരോരുത്തരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വീട് വിട്ട് ഇത്രയും ദൂരം വീട്ടുകാരെയൊക്കെ മിസ് ചെയ്ത് വന്ന് അവരെടുത്ത ഒരു ത്യാഗത്തിൻ്റെ കഥ അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അവർക്ക് എന്നെ എൻ്റെ സിനിമകളിലൂടെ മാത്രമാണ് അറിയാവുന്നത്. അതിൽ പലരും വേറെ നാഷണാലിറ്റീസാണ്. അവർക്ക് എന്നെപ്പറ്റി അവിടെയുള്ള മലയാളികൾ പറഞ്ഞുള്ള അറിവുകളും അല്ലെങ്കിൽ എൻ്റെ ഏതോ ഒന്നോ രണ്ടോ സിനിമകളോ സിനിമയിലെ പാട്ടുകളൊക്കെ കണ്ടുള്ള അറിവുകളെ അവർക്ക് എന്നോടുള്ളൂ. എന്നിട്ടും അവരെനിക്ക് അവിടെ നിന്നൊരു വെൽക്കം ചെയ്യും. എനിക്കത് അവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് വിസിറ്റിന് പോയതുപോലെയാണ് തോന്നിയത്. അല്ലാതെ ഒരു ഗ്യാതറിംഗ് ആയിട്ടോ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അവരുടെ വീട്ടിൽ ഒരു വിരുന്നിന് പോവുക, അത്രയും വെൽക്കമിങ് ആയിരുന്നു. എനിക്ക് അവിടെ പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പലതരം ഗെയിംസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ ആക്ടറായിട്ട് യു എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു വേർഡ്സ്, ആക്ഷൻ ആൻഡ് കട്ട്. റെസ്റ്റ് ഓഫ് ദി ടൈം യു ആർ യുവർ സെൽഫ്. അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ ഫഹദ് എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരിലൊന്നുമല്ല അവരെന്നെ വിളിക്കുന്നതും. അപ്പം അത് തന്നെ പിന്നെ എൻ്റെ പേരിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടച്ചസ് യു. ഹലോ ഫഹദ്, ഞാൻ ഫഹദിൻ്റെ ഒരു വലിയ ആരാധികയാണ്. ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടത്തിൽ വളരെ എളിമയോട് കൂടി വന്നതിൽ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കേരളത്തിൽ ഇത്രയും സ്ഥലങ്ങളുണ്ടായിട്ട് അതിനെ കാണാൻ ഇവിടെ വന്ന് കാണാൻ പറ്റുള്ള സന്തോഷമുണ്ട്. സിനിമയിൽ അഭിനയിപ്പിക്കും. കറക്റ്റ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. തീർച്ചയായും അങ്ങനെ സിനിമ വന്ന് അഭിനയിക്കും. വാപ്പയോട് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റി ഫിലിം എടുക്കാവും. വാപ്പയോട് തീർച്ചയായും പറയാം. വാപ്പ എടുത്തില്ല, മകൻ എന്തായാലും. ഇവൻ്റ് എന്നല്ലാതെ അവരായിട്ട് സംസാരിക്കുക, അവർ പറഞ്ഞ പല കാര്യങ്ങൾ കേൾക്കുക. ദാറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ഇറ്റ്.